ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ പേരൊക്കെ മരത്തുമ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പറക്കണ സമയത്തേക്ക് ഞാനും നമ്മൾ ഫിനിമോളും മാത്രമായിട്ടേ ഉള്ളൂ. ഇക്കും ഷിബിലിമോനും പള്ളിയിലാണ് കേട്ടോ അവർ പറക്കുന്നത്. അപ്പോൾ പിന്നെ പറക്കണ സമയത്തുള്ള വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഇന്ന് അതിന് ശേഷം പിന്നെ തറാവീഹ് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കൂല, അപ്പോൾ ആ ടൈമിലത്തെ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ അത് പേരക്കകളെല്ലാം കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം മിക്സിയിലോട്ടിട്ട് പിന്നെ 4 ഏലക്കായ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ പിന്നെ അത്യാവശ്യത്തിന് പാലും പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ടുകൊണ്ട് പിന്നെ അതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇക്കാക്കും ഷിബിനും മോനക്കും പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് വന്ന ആവശ്യം ഉണ്ടാവില്ല, എന്നാൽ ഇശാംസ്കാരം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവർ പള്ളിക്ക് അപ്പോഴേക്ക് ഇത് ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ. പേരക്ക ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ കുരു ഉണ്ടാവില്ല, അത് എങ്ങനെയായാലും ശരിക്കും അറിയൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തു. അങ്ങനെ അത് നമ്മൾ ടേസ്റ്റി പേരക്ക ജ്യൂസ് റെഡി. അങ്ങനെ അത് ഒക്കെ ഓരോരോ ഗ്ലാസ്സൊക്കെ ആക്കി വെച്ചു കേട്ടോ. പിന്നെ നോമ്പറന്ന് കഴിഞ്ഞാൽ അവർ വന്നതിൻ്റെ ശേഷം അവർക്ക് കൊടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം ഇന്ന് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്നും കടിയിൽ ഉണ്ടാക്കാറ്, അപ്പോൾ ഇന്ന് നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയില്ല, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാരറ്റ് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ക്യാരറ്റ് കട്ട് ചെയ്തത് അതിൽ ഇട്ട് കൊടുത്തു. പിന്നെ 2 ഏലക്കായും പട്ടയും പിന്നെ നെയ്ച്ചോറ്റിൻ്റെ ഇലയും പിന്നെ അതിലൊക്കെ അത്യാവശ്യത്തിന് വേണ്ട വെള്ളവും പിന്നെ വേണ്ട ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഡാൽഡ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലൊരു കാര്യം മറന്നു പോയിട്ട് ഇടാൻ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നു, അത് ഇട്ടെടുക്കാൻ മറന്നിരുന്നു. അങ്ങനെ ഗ്യാസുമ്പോൾ തന്നെ കുക്കറാണ്ട് വെച്ചു കേട്ടോ. പിന്നെ അത് ഷിബിലിമോനിക്കും പള്ളിയിൽ നിന്ന് വന്നതിൻ്റെ ശേഷം കുറച്ച് ഓതിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അതിന് ശേഷമായിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ പിന്നെ ഞാൻ ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തുവിട്ടാൽ പിന്നെ തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറ് തിന്നാനുള്ളതല്ലേ, അപ്പോൾ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിനിമോൾ ആദ്യം തന്നെ കുടിച്ചതുകൊണ്ട് അവൾക്ക് വേണ്ടാന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് കട്ട്ലേറ്റ് കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും തന്നെ അതിൻ്റെ കൂടെ കൊടുത്തു. അങ്ങനെ നമ്മൾ പേരക്ക ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ ഷിബിലിമോൻ പറയാട്ടോ, കടയിൽ നിന്ന് കുടിക്കൂല വെച്ചേ അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാട്ടോ. കാരണം നല്ല തിക്കുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സംഭവം. ഇങ്ങനെ അടിച്ച് നോക്കിയപ്പോൾ അപ്പോൾ ഫിനിമോൾ ആദ്യം കുടിച്ചതുകൊണ്ട് പിന്നെ അവൾ ഇപ്പോൾ വേണ്ടാന്ന് പറയും. കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാനില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. പിന്നെ എവിടുന്നെങ്കിലും കിട്ടുമ്പോഴോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് തരും, അത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നില്ല. എനിക്ക് ഇവിടെ സംഭവിച്ചത്. അതിന് ശേഷം നമ്മൾ കുക്കറിൽ നെയ്ച്ചോറ് റെഡി ആയിട്ടാണ്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, നാരങ്ങ അച്ചാറായിരുന്നു കേട്ടോ. പിന്നെ സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയം ഒരു 9:30 ആയിട്ടാണ്. അപ്പോഴേക്കും ഇക്കും ഷിബിലിമോനും പള്ളിയിൽ നിന്ന് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നെയ്ച്ചോറും കറിയൊക്കെ കഴിക്കണം കേട്ടോ. എന്നാൽ നമ്മൾ ഫിനിമോൾ കുറച്ച് നേരത്തെ എന്നോട് ചോറ് ചോദിച്ചായിരുന്നു കേട്ടോ, ഷിബിലിമോൻ പള്ളിക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ അവന് പറഞ്ഞിരുന്നു ഇപ്പം തന്നെ ഉറങ്ങല്ലേ, നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ അവന് വരുവോളം കാത്തിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പ് ഇങ്ങനെയും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടേബിളൊക്കെ ക്ലീനാക്കി. അധികവും നമ്മൾ ഈ ടേബിളിൽ ഇരുന്നാട്ടോ കഴിക്കൽ. ഇന്ന് പിന്നെ ഷിബിലിമോന് പറഞ്ഞപ്പോൾ ഡൈനിങ് ഹാളിലാക്കിയാട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകി അടുക്കള ക്ലീനാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും സമയം 10:15 ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞാലും ഇനി പുലർച്ചയ്ക്ക് എണീറ്റും ഇവിടെ തന്നെയല്ലേ പണിയെടുക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയായാലും വീണ്ടും പരക്കും പാത്രങ്ങൾ കേട്ടോ. പിന്നെ ആ പാത്രങ്ങളെ കഴുകാനുണ്ടാവുള്ളൂ, എന്നാലും അതും വേണ്ട ക്ലീനാക്കുക. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.